ഞങ്ങളുടെ യാത്രാൻ്റെ 4-ാമത്തെ ദിവസം ഞങ്ങൾ കുളിച്ച് റെഡിയായി. അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് കഴിച്ചിട്ട് പോകുന്നിടത്ത് PS4 കയറി. ഒരുപാട് വെയിറ്റിങ്ങിന് ശേഷം അവസാനം സീറ്റ് കിട്ടിയിട്ട് പേരാമ്പൂർ ശ്രീ ശ്രീ ശ്രീനിവാസ ഹോട്ടലാണ്. ആക്ച്വലി ഭയങ്കര തിരക്കാണ്. ഇന്നെന്തോ വേറെ ലക്കിന് പെട്ടെന്നൊന്നും പോരാൻ പറ്റി. പിന്നെ വെയിറ്റിങ്ങും കൂടുതലുണ്ടായില്ല. പേര് കൊടുത്തു, ഇത്ര പേര് ആണ്, ഇത്ര പേര് സീറ്റ് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ ഇരുന്ന് അപ്പോൾ തന്നെ വിളിച്ചു. അപ്പോൾ സാധനം എന്താ ഓർഡർ ചെയ്തത്? ഫുഡും ഇഷ്ടമാണ്. ഞങ്ങൾ മസാല ദോശയും വടയും ഇഡ്ഡലി വടയും ഒക്കെയാണ് ഓർഡർ ചെയ്തത്. അതെല്ലാം കഴിച്ചത് ഇവരുടെ ഒരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു, എന്തൊക്കെ ഐറ്റംസാണ് അവൈലബിൾ എന്നൊക്കെ. അതൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഞങ്ങൾ ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്നത് ശ്രീ പത്മാവതി ടെമ്പിളിലാണ്. ആ കേട്ടത് വേറെ ഒന്നുമല്ല, നോക്കാണ്ട് വഴി പറഞ്ഞു കൊടുക്കുന്നതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പത്മാവതിയിൽ പോയി. തൊഴണ്ട എന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ എന്തോ അവിടെ പോയപ്പോഴത്തേക്കൊന്ന് തൊഴുത് വന്നേക്കാമെന്നോർത്ത് നോക്കിയപ്പോഴത്തേക്കും സ്പെഷ്യൽ ദർശൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് വലിയ ക്യൂ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ പെട്ടെന്ന് പോയി അവിടെ അത് കഴി തൊഴുത്. എല്ലാ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ പ്രസാദം കഴിക്കണം എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാവില്ലേ. ഇവിടെ പക്ഷേ ഞങ്ങൾക്ക് അതിന് സാധിച്ചില്ല, സമയം സമ്മതിച്ചില്ല. അപ്പോൾ ഞങ്ങൾ പ്രസാദം ഒന്നും എടുക്കാണ്ട് ഞങ്ങൾ നേരെ ശ്രീ കാളഹസ്തിക്ക് വിട്ടു. അവിടെ ഞങ്ങൾക്കൊരു രാഹുകേതു പൂജ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ സമയം ഇന്ന സമയത്ത് മാത്രമേ അവർ ചെയ്തുള്ളൂല്ലോ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര വെയിറ്റിംഗ് വരും, പിന്നെ ആ ഒരു കുട്ടിക്ക് വിശക്കാൻ തുടങ്ങും. അതുകൊണ്ട് ആ സമയമൊക്കെ നോക്കി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങ് പോകുന്നു. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ എടുത്തതും ഞങ്ങൾ പോയതും ഒക്കെ നവംബറിലാണ്. അപ്പോൾ ഇതിപ്പോൾ ഫെബ്രുവരി മാസം എൻഡാവാറായി. ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാൻ കാരണം ഇത് ഡിസംബറിലോ ജനുവരിയിലോ ആണെന്ന് തോന്നുന്നു. പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞ് നിന്നപ്പോഴാണ് ഇത് സേവ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മൊബൈൽ ഹാങ്ങപ്പായി, സ്വിച്ച് ഓഫ് ആയിപ്പോയി. എന്നിട്ട് വീണ്ടും ഓൺ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഈ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല. പിന്നെ നമ്മുടെ ChatGPT അടുത്തൊക്കെ ചോദിച്ച് ഞങ്ങൾ ഒന്ന് ഹാർഡ് ഡിസ്കിലോട്ടൊക്കെ മാറ്റി സാധനങ്ങളൊക്കെ മാറ്റി ഡേറ്റയൊക്കെ ട്രാൻസ്ഫറൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇതെവിടെയോ കളഞ്ഞു പോയി. എഡിറ്റ് ചെയ്ത് വെച്ച സാധനങ്ങൾ കളഞ്ഞു പോയി. അല്ലാണ്ട് ബിറ്റ്സ് ക്ലിപ്സൊക്കെ എടുത്തേക്കുന്നതൊക്കെ ഉണ്ടായി. എഡിറ്റ് ചെയ്ത സാധനം കളഞ്ഞു പോയി, കാരണം എക്സ്ട്രാക്ട് ചെയ്യാൻ ഫുള്ളായിട്ട് പറ്റിയിട്ടുണ്ടായില്ലല്ലോ. അപ്പോൾ പിന്നെ വീണ്ടും കുത്തിയിരുന്ന് ചെയ്യണം എന്ന് പറഞ്ഞ വലിയ പാടാണ്. ഇന്നൊരു പുതിയ ഇതാണ് കേട്ടോ. ഇന്ന് ഫുൾ ട്രാവലിംഗ് ആണ്, ഞങ്ങൾ ട്രാവലിംഗിലാണെന്ന് അറിയാലോ. അപ്പം ഞങ്ങളുണ്ടല്ലോ പത്മാവതി, ഞങ്ങൾ രാവിലെ എണിച്ച് ഫുഡും കഴിച്ച് പത്മാവതി ടെമ്പിളിൽ പോയി. അവിടുന്ന് ഇപ്പോൾ ശ്രീ കാളഹസ്തി ടെമ്പിളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് എത്താറായി. ഇനി ഒരു 3 കിലോമീറ്റർ മാത്രം ബാക്കി. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ ഇവിടുത്തെ കഴിഞ്ഞിട്ട് ഇവിടെ രാഹുകേതു പൂജയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു മേബി ഒരു 3 to 4 hours അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിക്കും. ഒന്നെങ്കിൽ സേലത്തിലോട്ട് അല്ലെങ്കിൽ ആമ്പൂരിലോട്ടായിരിക്കും പോണേ. അപ്പോൾ ഇവിടെ മൊബൈലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവിടുത്തെ പോകുന്ന ഫോട്ടോസൊക്കെ കണ്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് ഇനി അപ്ഡേറ്റ് ചെയ്യാം. ഹാഫ് ഡേ കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഓർക്കണേ ഇൻട്രോ എടുത്തുള്ളത്. ആ ഇൻട്രോ ഒക്കെ കേട്ട് നിങ്ങൾ. പിന്നെ ഇതാ കാണുന്ന ഗോപുരമാണ് ശ്രീ കാളഹസ്തിയുടെ ഗോപുരം. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പാർക്കിംഗ് ഏരിയ തപ്പിട്ടൊന്ന് ചുറ്റിക്കറങ്ങി, ഒന്ന് വഴിയൊക്കെ തെറ്റി വീണ്ടും ഒരു 2-3 റൗണ്ടൊക്കെ അടിച്ചിട്ടാണ് പിന്നെ ഗോപുരത്തിൻ്റെ അടുത്ത് പോയി ഒരു സൈഡിൽ പാർക്കിംഗ് ഏരിയയിൽ സ്പേസ് കെട്ടി പാർക്കൊക്കെ ചെയ്ത് ഞങ്ങൾ കയറിയത്. ഞങ്ങൾ ശ്രീ കാളഹസ്തിയിൽ വരുന്നത് കഴിഞ്ഞ വർഷമാണ്, എന്നൊക്കെ 2023 വരുന്നത്. അന്നാണ് തിരുപ്പതി വരുന്ന ആൾക്കാർ അവിടെ വരണം എന്നൊക്കെ ഇത് അറിയുന്നത് തന്നെ. ഇതിപ്പോൾ ഞങ്ങളുടെ 4-ാമത്തെ ട്രിപ്പാട്ടോ. ഞങ്ങൾ ഈ കാണുന്ന പാലമില്ലേ, ആ പാലത്തിൽ കൂടെയാണ് ഞങ്ങൾ ആദ്യം വന്നത്. തിരിച്ചിങ്ങോട്ട് എൻ്റർ ആവുന്ന സമയത്ത് വന്ന സമയത്ത് ഇതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതായിരുന്നു എൻ്റെ ലുക്ക്. ഇത് ഞങ്ങൾ പൂജയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി എടുക്കുന്ന വീഡിയോ ആണ്. ആ സമയത്തൊക്കെ വിശന്ന് നട്ടം തിരിഞ്ഞു, നന്നായിട്ട് ലേറ്റായി.
പിന്നെ എനിക്ക് ഈ ഒരു ലുക്കുണ്ടല്ലോ, എൻ്റെ ഈ പൂവൊക്കെ വെച്ച് കുറിയൊക്കെ ഇട്ട് എന്തോ എനിക്ക് എന്നെ തന്നെ ഭയങ്കര സുന്ദരിയായിട്ട് എനിക്ക് തോന്നും. ഈ ഏരിയയ്ക്ക് കാണുമ്പോഴുണ്ടല്ലോ എനിക്ക് ആൻഡമാനും കേരളമൊക്കെ സുഖി പാടവും എന്താ പറയുക പ്രകൃതി രമണീയമായിരിക്കുന്നു. പക്ഷെ സൈഡിൽ പക്ക NH-ആണ്. NH-ന് നടുവിലാണ് നമ്മുടെ ഈ വഴി ഉള്ളത്. ആദ്യമൊക്കെ വന്ന സമയത്ത് ഏതോ ഒരു വില്ലേജ് ഏരിയയിൽ കൂടെയൊക്കെ വന്ന് ഭയങ്കര മോശം റോഡായിരുന്നു. പക്ഷേ ഇപ്പോൾ പക്ക NH ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അത് നല്ല നല്ല വ്യൂ ആണ്, നല്ല റോഡാണ്, സ്മൂത്താണ്. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും ആര്യക്കുട്ടി ഒന്ന് ചെറുതായിട്ടൊന്നും നല്ല ഉറക്കം ഉറങ്ങി മയങ്ങി കഴിഞ്ഞ് പിന്നെ എത്തുമ്പോഴത്തേക്കും വിളിച്ചാൽ മതിയല്ലോ ഫുഡ് കഴിക്കാനായിട്ട്. ഇത് ഫുഡിൽ കഴിക്കാൻ വന്നിട്ട്. കാരണം ഞാൻ ഓർഡർ ചെയ്തത് ബിരിയാണി, അതിൻ്റെ മുകളിൽ തൈരും കൂട്ടി കഴിച്ച് നല്ല മധുരമായിരുന്നു. അതുകൊണ്ട് ഉപ്പും കൂടി ഇട്ട് നല്ല മധുരമായിരുന്നു. അമ്മ ഓർഡർ ചെയ്തത് കേർഡ് റൈസ് ആണ് അമ്മ ഓർഡർ ചെയ്തത്. ഞാൻ അപ്പം ഫ്രൈഡ് റൈസും, അമ്മ കേർഡ് റൈസ്. കഴിച്ചിട്ട് ടേസ്റ്റ് പറയാം. ഹോപ്പ് ഗൈസ് നിങ്ങളോട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു വീഡിയോ കാണുന്നത് അങ്ങനെ നമ്മുടെ കഥാനായകൻ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ഈ കണ്ട് അന്താളിച്ച് നിൽക്കുന്നത്, ഞാൻ പറഞ്ഞ കേർഡ് റൈസും അതിൻ്റെ കൂടെ എന്തോ ഒരു സബ്ജി എന്തോ ഉണ്ടായിരുന്നു. എൻ്റെ പിന്നെ ഏട്ടനും ഭാവിയും പറഞ്ഞ് എൻ്റെ കൂട്ടത്തിൽ അതൊരു എൻ്റെ മിക്സ് ഫ്രൈഡ് റൈസും തൊട്ട് പറഞ്ഞ് എൻ്റെ കൂട്ടത്തിൽ കിട്ടിയ ഇതൊരു കറിയാണ്. അത് എന്തോ കറിയാണെന്ന് മനസ്സിലായില്ല. പുളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേതായെന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ ഭയങ്കര ഡിസ്കഷനൊക്കെ ആയിരുന്നു. എന്തോ ഒരു തൊക്കായിരുന്നു കേട്ടോ. ആ നാട്ടിൽ തൊക്കാന്ന് പറയാം. എന്നിട്ട് അതൊക്കെ ടേസ്റ്റ് ചെയ്ത് കഴിച്ചപ്പോഴത്തേക്കും വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതായിരുന്നു. പിന്നെ ആര്യക്കുട്ടി തന്നെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇരുന്നിട്ട് അവസാനം വാരി കൊടുക്കേണ്ട അവസ്ഥയാണ്. അത് പിന്നെ എല്ലായിടത്തും അങ്ങനെ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പതിനെ ഇറങ്ങി കഴിഞ്ഞ് കുറച്ചായപ്പോഴത്തേക്കും ആരും അതിൻ്റെ ഡീറ്റെയിൽസ് കേട്ടിട്ട് ഭയങ്കര വരെയൊക്കെ കേട്ടോ. എന്താ ഡീറ്റെയിൽസ് കേട്ടോ. പിന്നെ മരം, പിന്നെ ചെടി, പിന്നെ മണ്ണ്, പിന്നെ കാക്ക, പിന്നെ വീട്, പിന്നെ കളർ അടിച്ചത് സണ്ണ്, കാക്ക, പിന്നെ ചുമ്മാ കളർ അടിച്ച്. അവിടെ മല നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് കാണിക്കുന്ന സമയത്ത് ഈ ഗ്ലാസ്സിൽ ചെളി പിടിച്ചിരിക്കുന്നത് കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ ട്രാവൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ലേ, അഴുക്ക് ഒക്കെ തെറിപ്പിച്ച് പോയായിരുന്നു. അപ്പോൾ അങ്ങനെ അഴുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും സ്ലോ ആക്കി പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര കോൺഷ്യസ്നെസ് ആയിരുന്നു. ആൾക്കാരൊക്കെ കണ്ടിട്ട് ഇതെന്ത് വണ്ടി, അറ്റ്ലീസ്റ്റ് ഒന്ന് കഴുകി നടന്നു പോയത്. പക്ഷേ ഞങ്ങൾ കാറ് കഴുകാനായിട്ട് ഒരുപാട് സ്ഥലത്ത് നോക്കിയെങ്കിലും ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതൊരു വീക്കെൻഡ് ആയതുകൊണ്ട് ചിലപ്പോൾ NH-ലുള്ള ആൾക്കാരൊക്കെ, NH-ലുള്ള കടകളൊക്കെ വെച്ചേക്കുന്ന ആൾക്കാരൊക്കെ എന്തോ എല്ലാ ഷട്ടറൊക്കെ ഡൗണൊക്കെ ആയിരുന്നു. പലതിനും കോളൊക്കെ ചെയ്ത് നോക്കിയിട്ടും എനിക്ക് കിട്ടുന്നുണ്ടായില്ല. എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ചു. എന്ന് വെച്ചാൽ റിട്ടേൺ ടു ദ പവലിയൻ പോലെ തിരിച്ച് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഒന്നെങ്കിൽ ആമ്പൂരിൽ സ്റ്റേ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ഡയറക്റ്റ് സേലം വരെ വന്നാൽ പിന്നെ അവിടുന്ന് കുറച്ചല്ലേ ഉള്ളൂ നമ്മുടെ നാട്ടിലോട്ട്. പിന്നെ ഈ കാറുണ്ടല്ലോ ഭയങ്കരമായിട്ട്, ഞാൻ ഈ ഹോണ്ടഡ് മൂവീസും അങ്ങനെയുള്ളതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് എനിക്ക് ആ കാർ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് എടുത്തൊരു ക്ലിപ്പായിട്ട് അത് ഇവിടെ ആഡ് ചെയ്തത് മാത്രം. പിന്നെ NH റോഡിൽ എന്നെ എന്താ പറയുക ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ച ഒരു ഭാഗമാണ് കേട്ടോ ഇത്. ഒരു വലിയൊരു മലേനെ രണ്ടായിട്ട് നടുക്കൊന്ന് മുറിച്ചിട്ട് അതിനൊരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ആ കല്ലുകളും മണ്ണുകളൊക്കെ എവിടെ പോയി കാണും?
ആർക്കെങ്കിലും അറിയാമോ? പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കുണ്ടല്ലോ ഈ ദൂരെ മലഭാഗത്തിലുള്ള അമ്പലങ്ങളും പള്ളികളൊക്കെ ഇല്ലേ, അതൊക്കെ കാണാനും അവിടെയൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാനും പറയാനൊക്കെ ഇഷ്ടമാണ്. ഞാൻ കോയമ്പത്തൂരിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ മലയിലൊക്കെ ഇരിക്കുന്ന അമ്പലത്തിലൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയിട്ടുണ്ട് ചിലതിലൊക്കെ. അപ്പോൾ ആ ഒരു ഫീൽ എനിക്കറിയാം. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ അവിടെ അടുത്തുള്ളൊരു മലയിലുള്ള അമ്പലമാണെങ്കിലും ഇതുപോലത്തെ ഒരു ഫീൽ കിട്ടില്ലല്ലോ. പിന്നെ അങ്ങനെ ആര്യക്കുട്ടിക്ക് ബനിയൻ ട്രീയൊക്കെ കാണിച്ച് ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ ഏരിയയൊക്കെ കാണിച്ച് ഈ യാത്രയിലുണ്ടല്ലോ അധികം കാഴ്ചകൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. പറയാനായിട്ടുള്ള വിശേഷങ്ങളൊന്നുമില്ല. കാരണം ഞങ്ങൾ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ചത് വില്ലേജ് ഏരിയയിൽ കൂടെയുള്ള യാത്രകളാണ്. പിന്നെ അവിടെ കണ്ട ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയ ഒരു സ്ഥാപനമാണ് കേട്ടോ ഇത്. എന്തൊരു കോളേജാണെന്ന് തോന്നുന്നു. കോളേജാണ് എന്തൊരു മറ്റേ കിങ്സ്റ്റൺ എഞ്ചിനീയറിംഗ് കോളേജ്. പിന്നെ വഴിയിലുള്ള യാത്രകളും കാഴ്ചകളും ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പാട്ടൊക്കെ പാടി അങ്ങനെ പതിയെ നടന്ന് എത്തി. ഈ പോസ്റ്റ് കണ്ടോ, ലൈറ്റിൻ്റെ പോസ്റ്റ് കറക്റ്റായിട്ടൊരു പക്കീൻ്റെ ഫീലില്ലേ? പക്കി എന്ന് പറഞ്ഞാൽ മറ്റേ ഫ്ലൈ, എനിക്കതുപോലെയൊക്കെ എടുത്ത് തോന്നിയേ. അതുകൊണ്ട് ചുമ്മാ എടുത്ത് ആഡ് ചെയ്തതെന്ന് മാത്രം. ഞാൻ പറഞ്ഞു കേട്ടോ, ഈ പ്രാവശ്യം പറയാനായിട്ടൊന്നുമില്ല. കാരണം വീട്ടിലോട്ട് തിരിച്ച് പോകുന്നതുകൊണ്ടും പറയാനുള്ള വിശേഷമൊന്നുമില്ല. ഒരു മടുപ്പാന്നേ. ട്രാവലിംഗ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ മനസ്സിലുണ്ട് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഫുൾ ട്രാവലിംഗ്. അത് നല്ല ഭംഗിയല്ലേ? നല്ല ഭംഗിയൊക്കെ കണ്ട് വേറെ സ്ഥലത്തൊക്കെ പോയി നോൺ വെജ് കഴിക്കാൻ കിട്ടണം കേട്ടോ. എനിക്ക് നോൺ വെജ് ഭയങ്കര പ്രിയമാണ്. പക്ഷേ അമ്പലത്തിൻ്റെ ഇതൊക്കെയായിട്ട് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നോൺ വെജ് കഴിക്കാൻ പറ്റില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കാളഹസ്തിയിലൊക്കെ പോയിട്ട് പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വിശ്വാസമാണ്. അവിടുത്തെ പൂജ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന പൂജേൻ്റെ സാമഗ്രികളൊക്കെ ഉണ്ടല്ലോ, ചിലതൊക്കെ പറയും വീട്ടിൽ കൊണ്ടുപോകുന്നത്, ചിലതൊക്കെ നമുക്ക് തന്നു വിടാറില്ല, അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല, അവിടെ നിന്ന് ഉപേക്ഷിക്കണം എന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് ചുറ്റിനും ഒരു ഓറ ക്രിയേറ്റ് ആയിട്ടുണ്ടാവുമല്ലോ, അതാണ് വിശ്വാസം. ആ ഒരു പൂജേൻ്റെ ഇത് നമ്മൾ അവിടെ ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇരുന്ന് വീട്ടിൽ ഫുള്ളായിട്ട് ആ ഒരു സ്പ്രെഡായിട്ട് നമ്മൾ ബസ്സിക്കുന്ന സ്ഥലത്തൊക്കെ പതിയെ നമുക്ക് കുളിച്ച് എന്തോ പ്രസാദം എന്തോ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഇത് ഇല്ലെങ്കിലും ഞങ്ങൾ തീരുമാനിച്ചു തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ നോൺ വെജ് കഴിക്കില്ല എന്ന്. മിസ്സിങ്ങായിരുന്നു. പിന്നെ ദൈവത്തിൻ്റെ കാര്യത്തിൻ്റെ ഇതായതുകൊണ്ട് പിന്നെ ഓക്കെ എന്ന് വെച്ചു. പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമുണ്ട്. നമ്മൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ അവിടുത്തെ ഡൊണ്ണി ബിരിയാണിയും അങ്ങനത്തെ ചെട്ടിനാട് ബിരിയാണി അങ്ങനെയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ എന്നെ ആകർഷിച്ച ഒരു കാഴ്ചയാണ് കേട്ടോ ഇപ്പോൾ കാണാൻ പോകുന്നത്. ഈ കളർഫുള്ളായിട്ടുള്ള പെയിൻറ്റിങ്ങും സ്ക്രിബ്ലിങ്സൊക്കെ അല്ലേ, അതെന്നെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തു. എന്താണെന്നറിയില്ല, കളേഴ്സിനോട് ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ടും പിന്നെ ചെറിയ രീതിയിൽ ആർട്സിനൊക്കെയുള്ള ചാഞ്ചാട്ടം ഉള്ളതുകൊണ്ടായിരിക്കും. അങ്ങനെ നമുക്കിത് കാണാം. ഓക്കെ. ഈ കാണുന്ന ഇമേജസിനൊക്കെ നല്ല ഡീപ്പായിട്ട് എന്തോ മീനിങ് ഉണ്ടെന്ന് തോന്നുന്നു, എന്തോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ കാര്യമുണ്ടെന്ന്. പക്ഷെ അത് എന്താ എന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വായിക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ലല്ലോ നമുക്ക് നമ്മൾ യാത്രയിലായിട്ട്. അപ്പോൾ അങ്ങനെ അത് പറ്റിയില്ല. പക്ഷെ അറിയണമെന്നുണ്ട്, അത് ഏത് സ്ഥലം പോലും എനിക്കിപ്പോൾ അറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ മലകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏതോ ഒരു സ്പോട്ട് എത്തിയപ്പോഴത്തേക്കും ഒരു ടോൾ ഗേറ്റാണ്, അതിൻ്റെ അടുത്തുള്ള വ്യൂ ആണെന്ന് തോന്നുന്നു കേട്ടോ ഇത്. അത് കേട്ടോ നല്ല ഭംഗിയില്ലേ, നല്ല ചുമന്ന മണ്ണും ചുവന്ന ഭൂമി, നീലാകാശം, പച്ചക്കടലല്ല പച്ച മലകൾ. എന്നിട്ട് വൈകുന്നേരം ഞങ്ങൾ സേലം എത്താറായിരുന്നതിന് മുമ്പേ ഒരു സ്ഥലത്ത് ചായ കുടിക്കാനൊക്കെ നിർത്തി. അവിടെ ആദ്യം നിർത്തിയ സ്ഥലത്ത് നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ചേട്ടന്മാരൊക്കെ നിറച്ചുണ്ടായിരുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിരുന്നില്ല.
പിന്നെ അടുത്തൊരു സ്ഥലത്ത് നിർത്തിയപ്പോഴത്തേക്കും ആരും ആകർഷിക്കാൻ വേണ്ടി 2 കുട്ടീസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. കളിപ്പിച്ചുമ്പൊക്കെ നിന്ന് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഓർഡർ ചെയ്തിട്ട്. പിന്നെ നമ്മൾ ചെറുതായിട്ട് ഇപ്പോൾ റീൽസൊക്കെ ഇട്ട് തുടങ്ങിയോണ്ട് എവിടെ പോയാലും മാരുകുട്ടിക്ക് റീൽസ് എടുത്താലും ഉമ്മ എന്നൊക്കെ സജഷൻ വരും. അപ്പോൾ എനിക്കൊക്കെ ഓക്കെ, എനിക്ക് റെക്കോർഡ് ചെയ്താൽ മതിയല്ലോ. പക്ഷെ ആളുടെ പ്രശ്നം എന്താ, ഒരേ സ്റ്റെപ്പായിരിക്കും കേട്ടോ എല്ലാ പാട്ടിനും ഇടുന്നത്. അല്ലെങ്കിൽ പഴയ ആൾക്ക് ഭയങ്കരമായിട്ട് കേട്ട് പഴകിയ പാട്ടുകളില്ലേ, അതായിരിക്കും എപ്പോഴും ഇടാൻ പറയുന്നത്. അതെല്ലാം കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചേട്ടൻ ചായയൊക്കെ ഇട്ട് തുടങ്ങി. ഞങ്ങൾ പോയ സമയത്ത് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ തിരക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായി. പക്ഷെ മതിയെന്ന് പറഞ്ഞു. പിന്നെ നല്ല രസമല്ലേ ഒരു ചായ ഉണ്ടാകുന്ന കാണാൻ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ചേട്ടൻ കുറച്ച് കോൺഷ്യസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ആയിരിക്കുമല്ലോ. തിരുപ്പതി വഴി സേലം വഴി സേലത്ത് സ്റ്റോപ്പ്. ഞങ്ങളും സേലത്തിലെ പാം റെസിഡൻസിയും എന്തോ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. എവിടെ എപ്പോൾ എങ്ങനെ പോയാലും സേലത്ത് ഒരു സ്റ്റോപ്പ്, പാം റെസിഡൻസിൽ ഒരു സ്റ്റോപ്പ് മസ്റ്റാണ്. ഫുഡ് കഴിഞ്ഞ് രസം മസ്റ്റാണെന്ന് പറയില്ലേ, അതുപോലെ എവിടെ പോയാലും സേലത്ത് പാം റെസിഡൻസിയിൽ ഒരു സ്റ്റോപ്പും അവിടുത്തെ അടുത്തുള്ള A to B ഫുഡ് അടിയും മസ്റ്റാണ് സാറേ. ഇതവിടെ പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടമായി. ഒരു പ്രാവശ്യം പോയി റിപ്പീറ്റഡ് ആയിട്ട് പോന്നു.